नमस्ते। आज की कक्षा में सबको स्वागत। पिछली कक्षा में कृषिदा के बारे में और मनोहर श्याम जोशी के बारे में पढ़ा और स्टूडियो के हर काम कृषिदा ने तय किया था। यहाँ वार्तालाप के बारे में कहे तो यहाँ बंगला भाषा में वार्तालाप शुरू किया और यहाँ विमल दत्त और यूनिट के दूसरे लोग स्टूडियो जाने के लिए बाहर निकले। मनोहर श्याम जोशी भी उनके साथ हो लिए। उस समय कृषिदा ने ऐलान किया कि कल सवेरे से स्टूडियो में मेरे एडिटिंग रूम में जोशी की कहानी का बैठक होगी। Nobody should disturb us। बाद में कृषिदा ने कहा कि कल सुबह ही यहाँ आओ और नाश्ता करने के बाद स्टूडियो में चलेंगे। ഇവിടെ സ്റ്റുഡിയോയിലേക്ക് പോകാനായിട്ട്, അതായത് എഡിറ്റിംഗ് റൂമിൽ വെച്ച് ജോഷിയുടെ കഥ കേൾക്കാമെന്നും അവിടെ വെച്ച് ആരും ഡിസ്റ്റർബ് ചെയ്യരുത് എന്നുള്ളതൊക്കെ പറഞ്ഞ് രാവിലെ തന്നെ ജോഷിയോട് വീട്ടിലേക്ക് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് സ്റ്റുഡിയോയിലേക്ക് പോകാമെന്ന് പറയുകയാണ് ചെയ്യുന്നത്. ഇനി അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന കാര്യമാണ് അടുത്തത് നമ്മൾ പറയുന്നത്. അവിടെ ചെല്ലുമ്പോൾ स्टूडियो में कृषिदा के कमरे पर एक बड़ा सा नोटिस लगा हुआ था। സ്റ്റുഡിയോയിൽ കൃഷിതയുടെ റൂമിൽ ഒരു വലിയ നോട്ടീസ് തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അതിലെഴുതിയത് ഇങ്ങനെയാണ്: യഹാം ശതരഞ്ച് എന്ന കേല്. ഇവിടെ ചെസ്സ് കളിക്കാൻ പാടില്ല എന്നാണ് എഴുതിയിരുന്നത്. അപ്പം അങ്ങനെ ഒരു നോട്ടീസ് സ്റ്റുഡിയോ നമ്മുടെ കൃഷിതയുടെ റൂമിൻ്റെ മുന്നിൽ നോട്ടീസ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. और एन उसी नोटिस के नीचे बाजी जमी हुई थी। ആ നോട്ടീസിൻ്റെ താഴെയാണ് അവിടെ അവർ കളിച്ചിരുന്നത്. അതായത് പന്തയം വെച്ച് അല്ലെങ്കിൽ ബെറ്റ് വെച്ച് അവിടെ അവരെല്ലാവരും കൂടി കളിച്ചിരുന്ന സ്ഥലമാണത്. പക്ഷേ അവിടെ വെച്ച നോട്ടീസ് ഇങ്ങനെയാണ്: യഹാം ശതരഞ്ച് എന്ന खेलें എന്നാണ്. कृषिदा की यूनिट में काम करने वाला हर व्यक्ति देर सवेर अंतर्राष्ट्रीय शैली का शतरंज खेलना और बांग्ला बोलना सीख लेता है। ഇവിടെ കൃഷിതയുടെ യൂണിറ്റ് മേ കാം കർണേ വാല ഹർ വ്യക്തി, കൃഷിതയുടെ ഫിലിം യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന എല്ലാ വ്യക്തികളും, ഓരോ വ്യക്തിയും അവിടെ ദേർ സവേരെ, രാത്രിയായാലും വൈകുന്നേരം ആയാലും, അന്താരാഷ്ട്രീയ ശൈലിക്ക ശതരഞ്ച് ഖേൽന, ഇൻ്റർനാഷണൽ സ്റ്റൈലിലുള്ള ചെസ്സ് കളിക്കുകയും അതുപോലെ തന്നെ ബാംഗ്ല ഭാഷയിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് ആളുകൾ അവർ സംസാരിക്കുന്ന ഭാഷ ബാംഗ്ല ഭാഷ എന്ന് പറയുന്നത്. അപ്പോൾ അതവിടെ വെച്ച്, അതായത് ഇൻ്റർനാഷണൽ രീതിയിലുള്ള അന്താരാഷ്ട്രീയ രീതിയിലുള്ള ചെസ്സ് കളി അവിടെ കളിക്കുകയും അവർ ബാംഗ്ല ഭാഷയിൽ സംസാരിക്കാനായിട്ട് പഠിക്കുകയും ചെയ്തിരുന്നു. वक्त काटने के लिए हमने भी यूनिट के सदस्य के साथ शतरंज खेला और किसी फ्लूक से लगातार 2 बाजियां जीत गए। ഇനി അവിടെ വക്ത് കാട്ടനെ ലിയെ, അതായത് സമയം പോകുന്നതിന് വേണ്ടിയിട്ട്, സമയം കാട്ടനെ ലിയെ, സമയം പോകുന്നതിന് വേണ്ടിയിട്ട്, നേരം പോകാന്ന് പറയില്ലേ, അതിന് വേണ്ടിയിട്ട് ഹംനെ ബി യൂണിറ്റ് കെ സദസ്യ കെ സാത്ത്, ഞങ്ങളും യൂണിറ്റ് കെ സദസ്യ കെ സാത്ത്, അവിടുത്തെ മെമ്പേഴ്സിൻ്റെ ഒപ്പം, യൂണിറ്റിലെ ഫിലിം യൂണിറ്റിലെ മറ്റ് അംഗങ്ങൾക്കൊപ്പം ശതരഞ്ച് കേല, ഞങ്ങളും ചെസ്സ് കളിച്ചു. और किसी फ्लूक से लगातार 2 बाजियां जीत गए।
കിസി ഫ്ലൂക്സെ, ഫ്ലൂക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരോ പറഞ്ഞ പോലെ എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ആരോ പറഞ്ഞതുപോലെ ലഗാതാർ, കണ്ടിന്യൂസ് ആയിട്ട്, നിരന്തരം, ദോ ബാജിയാൻ ചീത്കെ, അപ്പോൾ 2 കളി അവർ ജയിച്ചു. അപ്പോൾ നേരം പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സമയം കൊല്ലാൻ വേണ്ടി നമ്മൾ പറയും, അതിന് വേണ്ടിയിട്ട് അവിടെ ഇരുന്ന് അവർ ചെസ്സ് കളിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ അല്ലെങ്കിൽ ആരോ പറഞ്ഞതുപോലെ 2 കളികൾ ഞങ്ങൾ ജയിക്കുകയും ചെയ്തു. യഹ് ജീത്ത് ഹമേം അഗ്ലേ ദിൻ കാഫി മഹങ്കി പട്നി. ഈ ഒരു ജയം എന്ന് പറയുന്നത് അതിൽ ഞങ്ങൾക്ക് ഹമേ അഗ്ലേ ദിൻ, ഞങ്ങൾക്ക് അടുത്ത ദിവസം അതിനെ കാഫി മഹങ്കി പട്നി, വളരെയധികം വില കൊടുക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഇവിടെ മോഹൻ സ്റ്റുഡിയോയിൽ ഋഷിതയുടെ റൂമിൻ്റെ മുന്നിൽ തന്നെ വലിയൊരു നോട്ടീസ് ഉണ്ടായിരുന്നു. ആ നോട്ടീസിൽ എന്താണ് എഴുതിയിരുന്നത്? യഹാം ശതരഞ്ച് എന്നൊക്കെയല്ലേ. പക്ഷെ അവരെന്താ ചെയ്തിരുന്നത്? അവരെല്ലാവരും കൂടി, യൂണിറ്റിലുള്ളവരും എല്ലാവരും കൂടി കളിച്ചിരുന്നത് ചെസ്സ് തന്നെയാണ്. അതെവിടെയാണ് കളിച്ചിരുന്നത്? ഈ റൂമിൻ്റെ മുന്നിൽ തന്നെയാണ്. ഈ നോട്ടീസിൻ്റെ അടിയിൽ ഇരുന്നുകൊണ്ടാണ് അവർ കളിച്ചിരുന്നത്. അങ്ങനെ കളിച്ച് 2 കളി അവർ ജയിക്കുകയും ചെയ്തു. दूसरे दिन सुबह सुबह जब हम ऋषिदा के यहाँ पहुँचे, वह बाहर बरामदे में विमल दत्त के साथ निर्माणाधीन फिल्म के कुछ दृश्यों को अंतिम रूप दे रहे थे ताकि राही मासू रजा संवाद तैयार करने में जुट सके. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം സുബ രാവിലെ തന്നെ ജബ് ഋഷിതാക്ക് യഹാം പഹുഞ്ചെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പോരുമ്പോൾ തന്നെ ഋഷിത പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ ഋഷിതയുടെ വീട്ടിലേക്ക് എത്തണം എന്നും വഹാം സേ നാസ്ത കർണെ കെ ബാദ് സ്റ്റുഡിയോ മേൽ ചലേങ്കി എന്ന് പറയുന്നുണ്ട്. അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് സ്റ്റുഡിയോയിൽ പോകാം. അങ്ങനെ അടുത്ത ദിവസം ഇവർ ഋഷിതയുടെ വീട്ടിലേക്ക് എത്തുകയും വഹ് ബാഹർ ബരാമദയമേയും, അപ്പോൾ അവിടെ വരാന്തയിൽ, പുറത്ത് വരാന്തയിൽ വിമൽ ദത്ത് കെ സാത്ത്, വിമൽ ദത്തിൻ്റെ കൂടെ നിർമ്മാണാധീൻ ഫിലിം കെ കുച്ച് ദൃശ്യം കോ, അതായത് നിർമ്മാണത്തിലിരിക്കുന്ന, പുറത്തിറങ്ങാനിരിക്കുന്ന ആ സിനിമയുടെ കുറച്ച് ദൃശ്യങ്ങൾക്ക് അന്തിം രൂപ ദേ രഹേ തെ, അതിന് ഒരു അന്തിമ രൂപം അല്ലെങ്കിൽ അവസാന രൂപം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും അവിടെ രാഹി മാസു രജ സംവാദ്, ഇവിടെ രാഹി മാസു രജ എന്ന് പറയുന്ന ആ വ്യക്തി സംവാദ് തയ്യാർ കർണമേ, സംഭാഷണം തയ്യാറാക്കുന്ന കാര്യത്തിൽ ജുട്ട് സഖെ മുഴുകിയിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ രാവിലെ തന്നെ നമ്മുടെ മനോഹർ ശ്യാം ജോഷി ഋഷിതയുടെ വീട്ടിലെത്താണ്. അവിടെ പുറത്ത് വരാന്തയിൽ തന്നെ നമ്മുടെ നായകനായിട്ടുള്ള വിമൽ ദത്തും അതുപോലെ തന്നെ ആ നിർമ്മാണത്തിലിരിക്കുന്ന സിനിമയുടെ കുറച്ച് ദൃശ്യങ്ങൾക്ക് അന്തിമരൂപം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് കാണുന്നത്. കൂടെ അതിനോടൊപ്പം തന്നെ നമ്മളെ രാഹി മാസു രജ എന്ന് പറയുന്നയാൾ അവിടെ സംഭാഷണം തയ്യാറാക്കുന്ന കാര്യത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. इससे निपटने के बाद ऋषिदा ने हमें सूचना दी कि मोहन स्टूडियो में तो एडिटिंग रूम में कोई और काम कर रहा है. അപ്പോൾ അവിടെ കുറച്ച് കാര്യങ്ങൾ അവിടെ തയ്യാറാക്കുകയായിരുന്നു ഋഷിത അവർ ചെല്ലുന്ന സമയത്ത്. ഇസസെ നിപ്പട്നെ കെ ബാദ്, അത് തയ്യാറാക്കിയതിന് ശേഷം, ആ പണി തീർന്നതിന് ശേഷം, നിപ്പട്നെ കെ ബാദ്, ആ പണി അല്ലെങ്കിൽ ആ ജോലി തീർന്നതിന് ശേഷം ഋഷിതാനെ ഹമേ സൂചന दी, ഋഷിത ഞങ്ങൾക്ക് ഒരു സൂചന നൽകി. എന്താണ് സൂചന നൽകിയത്? മോഹൻ സ്റ്റുഡിയോ മേം തോ, മോഹൻ സ്റ്റുഡിയോയിലെ എഡിറ്റിംഗ് റൂമിലെ കോയി ഓർ കാം കർ രഹാ ഹെ, വേറെ എന്തോ ജോലി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളൊരു സൂചന ഋഷിത ജോഷിക്ക് കൊടുക്കുകയാണ്. ഇപ്പോൾ രാവിലെ തന്നെ നമ്മൾ പറഞ്ഞു മോഹൻ സ്റ്റുഡിയോയിൽ പോയിട്ട് ഋഷിതയുടെ എഡിറ്റിംഗ് റൂമിൽ പോയിട്ട് കഥ കേൾക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം പറയുകയാണ് അവിടെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, വേറെ എന്തോ ജോലി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം അറിയിക്കുകയാണ്. ലിഹാജ സ്റ്റോറി സെഷൻ യഹി ഹോഗ, അതുകൊണ്ട് ലിഹാജ ഇസ്ലിയെ, അതുകൊണ്ട് സ്റ്റോറി സെഷൻ നമുക്ക് യഹി ഹോഗ, ഇവിടെയാകുമെന്ന് പറയണം. उन्होंने आश्वस्त किया कोई आएगा नहीं इधर, हम तुम और विमल बाबू 3 जन बैठकर डिस्कस करेगा, दरवाजा बंद कर देगा और बोल देगा कि हम इधर नहीं है. അപ്പോൾ മനോഹർ ശ്യാം ജോഷിക്ക് ഇത് കേട്ടപ്പോൾ ഒരു നിരാശയായി. കാരണം സ്റ്റുഡിയോയിൽ പോയി നമുക്കിന്ന് കഥ എന്തായാലും കേൾക്കാമെന്നൊരു ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് പറയുന്നത് എഡിറ്റ് റൂമിൽ വേറെ എന്തോ ജോലി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ തന്നെ നമുക്ക്
ഇത് കഥ കേൾക്കാമെന്നോട് പറയണം. അത് പറഞ്ഞതിന് ശേഷം അദ്ദേഹം ഉനോനെ ആശ്വസ്ത് കിയ, റഷീദ അവിടെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയണേ, കോയി ആയേക നഹി മിദർ, ഇവിടെ ആരും വരില്ല. ഹം തും ആർ വിമൽ ബാബു, ഞാനും നിങ്ങളും അതുപോലെ തന്നെ വിമൽ ബാബു. തീൻ ജൻ ബൈഠ്കർ, ഹം തീനോം നെ ബൈഠ്കർ, നമ്മൾ 3 പേരും ഇവിടെ ഇരുന്നു കൊണ്ട് ഡിസ്കസ് കരയുക, നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്ന് പറയണം. റഷീദയുണ്ട്, മനോഹർ ശ്യാം ജോഷിയുണ്ട്, അതുപോലെ തന്നെ വിമൽ ബാബു. നമുക്ക് 3 പേർക്കും കൂടി അതിവിടെ ഡിസ്കസ് ചെയ്യാന്ന് പറയണം. ദരാജ ബന്ദ് കർ ദേഗ, ദരാജ എന്നാണ് ദർവാസ, വാതിൽ നമുക്ക് അടച്ചിടാം. और बोल देगा कि हम इधर नहीं है, എന്നിട്ട് നമുക്ക് പറയാം ഇവിടെ നമ്മളില്ല എന്ന് പറയാം. അപ്പോൾ ആരും ഇവിടേക്ക് വരില്ല എന്ന് പറയുന്നത്. അപ്പോൾ വാതിലടച്ചിട്ട് നമുക്ക് സ്റ്റോറി സെഷൻ അല്ലെങ്കിൽ സ്റ്റോറി നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്ന് ഋഷിത ജോഷിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയാണ്. പക്ഷെ ഇത് നടക്കുമെന്നുള്ളത് നമുക്ക് നോക്കാം. ഇസ് ആശ്വാസൻ കെ ബാദ് ഏക് പേജ് മഗർ ഹാം മനോഹർ यू नो समथिंग वेरी फॉर्चुनेट, कलकत्ता का सबसे बड़ा ऑर्थोपेडिक सर्जन वह अपना फैमिली का साथ में कहीं जाता है. इंटरनेशनल कॉन्फ्रेंस में तो मैं बोला आप होटल क्यों जाते, इधर ही आ जाओ ही ഇവിടെ പറയണേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആശ്വസിപ്പിച്ച് നമുക്ക് ഇവിടെ തന്നെ സ്റ്റോറി സെഷൻ നടത്താം. യഹാം ഇതർ ഇവിടെ പറയുന്നുണ്ട് കോയി നഹി ആയേക എന്ന് പറയുന്നുണ്ട്, ആരും തന്നെ വരില്ല. മാത്രമല്ല പറയുന്നുണ്ട് നമ്മൾ 3 പേരും മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ വീണ്ടും പറയുന്നുണ്ട് ദർവാജ ബന്ദ് കർ ദേഗ എന്ന് പറയുന്നുണ്ട്. അതുപോലെ വേറൊരു ഹം ഇതർ നഹി എന്ന് ഇവിടെ ബോൽ ദേഗ, ഇവിടെ നമ്മളില്ല എന്നുള്ളതും പറയിപ്പിക്കുക. അപ്പോൾ ഒരു തിരക്കോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, കാരണം നമുക്ക് സുഖമായിട്ട് ഇവിടെ കേൾക്കാമെന്നുള്ള ആശ്വാസവാക്ക് കേട്ടു. ഈസ് ആശ്വാസൻ കെ ബാദ് ഏക് പേച്ച്, ഇങ്ങനൊരു ആശ്വസിപ്പിക്കലും കഴിഞ്ഞു. അതിന് ശേഷം എന്താ പറയുക, ഏക് പേച്ച്, ഒന്ന് വളഞ്ഞ് മൂക്ക് പിടിച്ച് പറയുന്ന പോലെ ഒന്ന് ചുറ്റി വളഞ്ഞിട്ട് ഒരു പറച്ചിൽ. അടുത്ത പറച്ചിൽ എന്താ നോക്കാം. മഗർ ഹാ മനോഹർ യു നോ സംതിങ് വെരി ഫോർച്ചുനേറ്റ്, പക്ഷേ മനോഹർ എനിക്കറിയാലോ ചില കാര്യങ്ങൾ നമ്മൾ ഫോർച്ചുനേറ്റ് ആയിട്ട്, അതായത് നമ്മൾ വിചാരിക്കാതെ തന്നെ കുറേ കാര്യങ്ങൾ നടക്കാറുണ്ട്. കൽക്കത്ത സബ്സെ ബഡ ഓർത്തോപീഡിക് സർജൻ, കൽക്കത്തയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ഓർത്തോപീഡിക് സർജൻ ഉണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അസുഖം നമുക്കറിയാം എന്താണ്, ഹാത്ത് ഓർ പൈരം കെ ജോഡോമേ ബുരി ഗഡിയ അല്ലേ. അപ്പോൾ വലിയ നീർക്കെട്ടും വേദനയാണ് നമ്മുടെ റഷീദയുടെ കയ്യിനും കാലിനും ജോയിൻറ്റുകളിൽ. അപ്പോൾ ഇവിടെ പറയാണ് കൽക്കത്തയിലെ ഏറ്റവും വലിയ ഒരു ഓർത്തോപെഡിക് സർജനാണ്. അദ്ദേഹം അപ്പന ഫാമിലിക്ക സാത്ത്, അദ്ദേഹത്തിൻ്റെ ഫാമിലിയുടെ കൂടെ കഹീൻ ജാത്ത ഹെ, എവിടേക്കോ പോകുന്നുണ്ട്. അത് ഇൻ്റർനാഷണൽ കോൺഫറൻസ് മേം തോ, എന്തോ ഇൻ്റർനാഷണൽ കോൺഫറൻസ് എന്തോ നടത്താനായിട്ട് അദ്ദേഹത്തിൻ്റെ ഫാമിലിയുടെ കൂടെ പോകുന്നുണ്ട്. മേം പോല, അപ്പം ഞാൻ പറഞ്ഞു ആപ്പ് ഹോട്ടൽ മേം ക്യോം ജാത്തെ, നിങ്ങളെന്തിനാ ഹോട്ടലിലേക്ക് പോകുന്നത്, ഇതർ ഹി ആ ജാവോ, ഇവിടേക്ക് വന്നോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പോകുന്ന വഴിയിലാണ് നമ്മുടെ റഷീദയുടെ വീട്. അപ്പോൾ അവർ പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഹോട്ടലിൽ കയറി താമസിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ റഷീദ ഓർത്തോപെഡിക് സർജനായിട്ടുള്ള ആ ഡോക്ടറോട് പറയാണ്, നിങ്ങൾ ഇവിടെ ഹോട്ടലിൽ എന്തിനാണ് പോകുന്നത്, ഇവിടെ താമസിച്ചോ എന്ന് പറയണം. ഇതർ ഹി ആ ജാവോ, ही विल कम आएगा और मुझे एग्जामिन करेगा वेरी फॉर्चुनेट. അപ്പോൾ റഷീദ വീണ്ടും പറയണേ ഹി വിൽ കം, ഹി ആയേഗ, വഹ് ആയേഗ, അദ്ദേഹം വരുമെന്ന് പറയണം. അത് മാത്രമല്ല മുझे എക്സാമിൻ കരേക, എന്നെ പരിശോധിക്കുകയും ചെയ്യും. അപ്പോൾ അതായിരുന്നു നമ്മുടെ റഷീദയുടെ ഉദ്ദേശ്യം. വെരി ഫോർച്ചുനേറ്റ്, ഇതൊന്നും അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് പെട്ടെന്നാണ് അങ്ങനൊരു തീരുമാനം ഉണ്ടായത്. നമുക്ക് ഇവിടെ ഡോക്ടർ അങ്ങനെ പോകുന്നുണ്ട്, ഇൻ്റർനാഷണൽ കോൺഫറൻസിന് വേണ്ടി പോകുന്നുണ്ട് ഫാമിലിയുടെ കൂടെ. അപ്പോൾ എന്തിന് വെറുതെ ഹോട്ടലിൽ റൂം എടുക്കുന്നു, ഇവിടെ താമസിച്ചോളൂ എന്ന് പറഞ്ഞു. അതിനുള്ള കാരണമുണ്ട് അവിടെ. എന്താണ്, അദ്ദേഹം തീർച്ചയായിട്ടും വരും. മുझे എക്സാമിൻ കരേക,
എന്നെ പരിശോധിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്? അപ്പോൾ ഇത്രയും നേരം പറഞ്ഞു മോഹൻ സ്റ്റുഡിയോയിൽ ചെന്ന് കഴിഞ്ഞാൽ രാവിലെ പോകാമെന്ന് പറഞ്ഞു. അവിടെ ചെല്ലുമ്പോൾ ഒന്നും നടക്കാത്ത അവസ്ഥയിലായി. കാരണം അവിടെ കോയി കാം കർ രഹാ ഹി, വേറെ എന്തോ ജോലിയോട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ പറഞ്ഞത് എന്താണ്? യഹാം ഇദർ ഗർമേ ബൈറ്റ് കർ, ഇവിടെ വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ പറയുന്നുണ്ട് നമുക്ക് തീർച്ചയായിട്ടും അത് വാതിലൊക്കെ അടച്ചിട്ട് ഇവിടെ ഇരുന്നിട്ട് ചെയ്യാം, ആരും വരില്ല, വന്നു കഴിഞ്ഞാൽ പറയാം ഇവിടെ നമ്മളില്ല, നമ്മൾ പറയാമെന്നുള്ള ഒരു അറിയിപ്പൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം അദ്ദേഹം പറയുന്ന വേറൊരു കാര്യമാണ്. എന്താണത്? അതായത് ഇവിടെ പറയുന്നത് കൽക്കത്ത കാ സബ്സെ ബഡാ ഓർത്തോപീഡിക് സർജൻ വഹ് अपने फैमिली के साथ इंटरनेशनल कॉन्फ्रेंस में भाग लेने के लिए चल रहा था. उस समय होटल में जाने की बात क्या है, यहाँ इधर ही आ जाओ. ഹോട്ടലിൽ പോകേണ്ട കാര്യം എന്താ, ഇവിടെ താമസിച്ചോളൂ എന്ന് പറയുന്നുണ്ട്. അതിൽ വേറൊരു കാര്യമുണ്ട്, ഇസ്ലിയെ വഹ് ആയേഗ ആർ മുജെ എക്സാമിൻ കരേഗ, അതുകൊണ്ട് അദ്ദേഹം തീർച്ചയായിട്ടും വരും, എന്നെ പരിശോധിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പോൾ അത് കഥ കേൾക്കുന്ന കാര്യം ഏകദേശം ഒരു തീരുമാനമായി അവിടെ. इसका स्पष्ट अर्थ ये था कि स्टोरी सेशन डॉक्टर साहब के आने और एग्जामिन करने से पहले शुरू होने वाला नहीं है. ഈ പറഞ്ഞതിൽ നിന്ന് വ്യക്തമായിട്ടുള്ളൊരു അർത്ഥം ഇവിടെ പറയുന്നുണ്ട്. എന്താണ്? സ്റ്റോറി സെഷൻ ഡോക്ടർ സാഹബ് കെ ആനെ, ഡോക്ടർ സാഹബ് നമ്മുടെ ഡോക്ടർ സാറ്, അതായത് ഓർത്തോപീഡിക് സർജൻ വരികയും और എക്സാമിൻ കർണേ സെ പഹലെ, പരിശോധിക്കുന്നതിന് മുൻപ് ശുരു ഹോനെ വാല നഹി, സ്റ്റോറി സെഷൻ ആരംഭിക്കില്ല എന്നുള്ളതാണ് വ്യക്തമായിട്ടുള്ള അർത്ഥം അവിടെ. എന്താണ് ഇതിൻ്റെ അർത്ഥം? സ്റ്റോറി സെഷൻ ഡോക്ടർ സാഹബ് കെ ആനെ और എക്സാമിൻ കർണേ സെ പഹലെ ശുരു ഹോനെ വാല നഹി ഹെ, ഡോക്ടർ വന്ന് പരിശോധിക്കുന്നതിന് മുൻപ് സ്റ്റോറി സെഷൻ ആരംഭിക്കില്ല എന്നുള്ള വ്യക്തമായിട്ടുള്ള അർത്ഥമാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. थोड़ी देर बाद यह रहस्य खुला कि डॉक्टर साहब और उनका परिवार ही नहीं, कई और लोग भी बदस्तूर आ रहे हैं. ബദസ്തൂർ തന്നെ ഈ രീതിയിൽ, ഏത് രീതിയിൽ? ഇവിടെ പറയുന്നത് തൊടി ദർബാദ്, കുറച്ച് സമയത്തിന് ശേഷം യഹ് രഹസ്യ ഖുല, വേറൊരു രഹസ്യം കൂടിയാണ് അവിടെ നമുക്ക് തുറന്ന് കാണിക്കാനായിട്ട് സാധിക്കുന്നത്. ഒരു കാര്യം കൂടി, ഒരു രഹസ്യം കൂടി അവിടെ ഓപ്പണായി. എന്താണ്? ഡോക്ടർ സാഹിബ് और उनका परिवार ही नहीं, ഡോക്ടർ സാറും അദ്ദേഹത്തിൻ്റെ കുടുംബം മാത്രമല്ല, കൈ ഔർ ലോഗ് ബി, വേറെ കുറേ ആളുകളും കൂടി ബദസ്തൂർ ആ രഹേ ഹേ, ഈ രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇതിൽ നിന്ന് വ്യക്തമായി. ആ രഹസ്യം അവിടെ എല്ലാവരും അറിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ തൽക്കാലം നമ്മുടെ സ്റ്റോറി സെഷൻ നടക്കാനായിട്ടുള്ള ഒരു ചാൻസും അവിടെ കാണുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അതായത് സ്റ്റോറി സെഷൻ നടക്കൂല്ല എന്നുള്ള കാര്യത്തിൽ അവിടെ തീരുമാനമായി. കാരണം ഡോക്ടർ കെ ആനെ സെ പഹലെ യാ എക്സാമിൻ കർനെ സെ പഹലെ യെ സ്റ്റോറി സെഷൻ ശുരു നഹി ഹോനെ വാലാ ഹെ, ആരംഭിക്കില്ല എന്നുള്ളതും और उसके बाद एक रहस्य भी समझा, ഒരു രഹസ്യം കൂടി അവർക്ക് മനസ്സിലായി. ഡോക്ടർ സാഹബ് और उनका परिवार ही नहीं, അദ്ദേഹത്തിൻ്റെ ഫാമിലി മാത്രമല്ല, और कई और लोग भी इसी प्रकार ഋഷിദ കെ ഘർ മേ ആ രഹേ ഹേ, ഇതുപോലെ വേറെ കുറേ ആളുകളും ഋഷിദയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഇതിൽ കൂടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്തു. Okay, thank you.